ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക നന്ദു വരരുതെന്നുള്ള ആ കൽപ്പനയുമായി ഒരുപാട് പേരുടെ മുന്നിലോട്ട് അനാമിക പോയി നോക്കൂട്ട. പക്ഷേ എല്ലാവരും തന്നെ കൈയൊഴുകയാണ് ചെയ്തത്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കൈയൊഴിഞ്ഞു. ഇതേ സമയം ദേവയാനിയും കൈയൊഴിഞ്ഞു. തൻ്റെ അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് ദേവയാനി ഒന്നിനും തൊടാതെ നടക്കുന്നത് കാണുമ്പോൾ ശരിക്കും അനാമികയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമിക തന്നെ ജാനകിയെ കൂട്ടിപ്പിടിച്ച് ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് കുളമാക്കേണ്ടേ എന്ന ആ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. പക്ഷേ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഫംഗ്ഷൻ അടുക്കും തോറും ദേവയാനിയുടെ പ്രവൃത്തി കാണുമ്പോൾ ഇവർക്ക് ആകെ കുശുമ്പ് കയറുന്ന ആ ഒരു രീതിയിലോട്ടാണ് കേട്ടോ കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ ആദർശും നയനയും ഈ ഒരു പരിപാടിക്ക് തിരികെ എത്താണ്. ഇതേ സമയം എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ആദർശിനെയും നയനെയും കാണുമ്പോൾ ദേവയാനിക്ക് ഒത്തിരി സന്തോഷമാവാണ്. എൻ്റെ മക്കളുടെ ഹണിമൂൺ മുടങ്ങിപ്പോയ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ അതെനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞല്ലോ ഈശ്വര. എന്തായാലും എന്ന് എൻ്റെ മോന് ഈ ലിവർ തന്നത് എൻ്റെ നയനമോളാണെന്നുള്ള സത്യം എന്നോട് പറയുന്നു. അന്ന് വരെ അവനെ ഞാനൊരു കോമാളിയെ പോലെ ഇട്ട് കബളിപ്പിക്കും. അതുപോലെ തന്നെ നയനെയും അങ്ങനെ തന്നെ. അവളെന്നോട് പറയട്ടെ, അവളെന്നെ അമ്മയായി കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ലിവർ തന്നത് അവളാണെന്ന് പറയട്ടെ. അതുവരെ ഞാൻ ഇങ്ങനെയൊക്കെ തുടരുമെന്നിങ്ങനെ ദേവയാനി തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയോട് പറയാണ്, വസുന്ധരയെ ഞാനൊരു കാര്യം പറയട്ടെ, നവ്യയുടെ ചടങ്ങൊക്കെ അല്ലേ വരുന്നത്, അവൾക്ക് നയനമോൾക്ക് കൊടുത്തതുപോലെ അവൾക്ക് എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ നീ കൊടുക്കണ്ടേ? അത് ഇദ്ദേഹത്തിനോട് ഞാൻ പറയാനിരിക്കുകയായിരുന്നു. അത് എന്തെങ്കിലും അവൾക്ക് കൊടുക്കണമെന്ന് ആ തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ മുത്തശ്ശി പറയാണ്, എന്നാൽ നമുക്കത് അവൾക്ക് കൊടുക്കല്ലേ, പരിപാടിയല്ലേ, അവളുടെയും മനസ്സിന് കുറച്ച് സന്തോഷമൊക്കെ കിട്ടട്ടെ. അബിയിൽ നിന്ന് അവൾക്കൊരു സന്തോഷം കിട്ടുമെന്ന് തോന്നുന്നില്ല. അവൾ ആദ്യത്തെ നവ്യായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും നോക്കേണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നയനയെ പോലെ തന്നെ നല്ല സ്വഭാവം ഗുണമൊക്കെ ഉള്ളവളായി മാറിയിരിക്കുന്നു. ഗോവിന്ദൻ്റെ മക്കൾ 3 പേരും നല്ല സ്വഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടാ. അപ്പോൾ ഈ സമയം എനിക്കെന്നെ നന്ദുവിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയണ, അതിന് വസുന്ധരയെ നീയും കൂടി ഒരു കാരണക്കാരിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചോടെ തന്നെ പറയണം, നമ്മുടെ അനുമോനിക്ക് ഈ വിവാഹം പാടില്ലെന്ന് ജോത്സ്യൻ നിന്നോട് പറഞ്ഞു. പറഞ്ഞു മാത്രമല്ല 2 കല്യാണം കഴിക്കുന്നു. അതിന് പകരമാണല്ലോ വാഴക്കല്യാണമൊക്കെ നടത്തിയത്. എന്ത് നടത്തിയിട്ടണ്ട, ഇങ്ങനെ പോക്ക് തുടരുകയാണെങ്കിൽ തീർച്ചയായും അനി വേറെ വിവാഹം കഴിക്കേണ്ടി വരും. എന്താ ഇങ്ങനെ പറയുന്നത്, ഇദ്ദേഹം എന്തൊക്കെയായി പറയുന്നതെന്ന് പറയുമ്പോൾ അതെ കണ്ടില്ലേ, നന്ദുവും അനിയുമായി ഇപ്പോഴും ബന്ധമുണ്ടെന്നുള്ള അവളുടെ സംശയം ഏത് പുരുഷനാണ് കണ്ടു നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ ജോത്സ്യം പറഞ്ഞ ആ പ്രവചനം അന്ന് നീ എന്നോട് പറയുകയായിരുന്നെങ്കിൽ തീർച്ചയായും ഈ അനാമിക എന്ന് പറയുന്ന പെണ്ണിനെ ഒരിക്കലും അനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കില്ലായിരുന്നു. കാരണം കുടുംബ മഹിമയും യാതൊരു മഹിമയും അവൾക്കില്ല. ഇപ്പോഴവരിൽ എനിക്കൊരു സംശയമുണ്ട്, പണവും പ്രതാപവും ഒന്നുമില്ലാന്ന് തോന്നുന്നു. കാരണം അങ്ങനെയുള്ളവർക്കൊന്നും ഇങ്ങനെ ആവാൻ കഴിയില്ല. തനി തറ സ്വഭാവമാണ് അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ കാട്ടിക്കൂട്ടുന്ന കുടുംബത്തിൽ അതേ സ്വഭാവമാണല്ലോ ഇങ്ങോട്ടേക്കും എടുക്കുന്നത്. അത് ഇദ്ദേഹത്തിനോട് ഞാനും പറയാനിരിക്കുകയായിരുന്നു. ഈ പറയുന്ന നന്ദു ആയിരുന്നു നമ്മുടെ അനിമോൻക്കുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഈ കുടുംബം ഒരു സ്വർഗമായി തീർന്നിരുന്നു. അബിക്ക് കിട്ടേണ്ട പെണ്ണല്ല നവ്യ കിട്ടിയിരിക്കുന്നത്. അബി ഒരു ഫ്രോഡാണ്. പക്ഷേ അബി ഇന്നല്ലെങ്കിൽ നാളെ അബി മാറും, അതെനിക്ക് ഉറപ്പുണ്ട്. അബിയുടെ സ്വഭാവത്തിൽ അത് വരും. പക്ഷേ ഈ പറയുന്ന അനിയുടെ പെണ്ണ് അങ്ങനെ മാറുന്നൊരു പ്രതീക്ഷ എനിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞു വരുന്നത് അതൊന്നും എനിക്കറിയില്ല. എല്ലാ ഈശ്വരൻ്റെ കൈകളിൽ. ഇങ്ങനെ പോവുകയാണെങ്കിൽ അനിക്ക് വേറെ വിവാഹം ആലോചിക്കേണ്ടി വരും എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം സ്വർണ്ണപ്പെട്ടിയുമായി ഇങ്ങനെ നവ്യയുടെ അരികിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ നവ്യ എന്താ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, മോളെ നിൻ്റെ ഫംഗ്ഷനല്ലേ വരുന്നത്, നിൻ്റെ ചടങ്ങുകൾക്ക് നിനക്ക് സ്വർണ്ണാഭരണങ്ങളൊക്കെ വേണ്ടേ എന്ന് നവ്യയോട് ചോദിക്കുമ്പോൾ നവ്യ പറയണേ, വേണ്ട മുത്തശ്ശി, എനിക്കൊന്നും വേണ്ട. എനിക്കിപ്പോൾ പഴയതുപോലെ സ്വർണത്തിനോടോ ഡ്രസ്സിനോടോ അങ്ങനെയൊന്നും ഇപ്പോൾ അധികം താല്പര്യമൊന്നുമില്ല. നല്ലപോലെ ജീവിക്കണം. എൻ്റെ കുഞ്ഞിന് ഒരച്ഛനെ വേണം. ആ അച്ഛൻ ആ കുഞ്ഞിനെ അംഗീകരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നിങ്ങനെ നവ്യ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയാണ്, തീർച്ചയായും അതും നടക്കും. ആദർശമോൻ എത്രമാത്രം നയനയെ വെറുത്തിരുന്നു. ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? നയനയും കൊണ്ട് ആദർശമോൻ കറങ്ങുന്നത് കണ്ടില്ലേ? അതുപോലെ ഒരു ജീവിതം നിനക്കും വരും. ഞാൻ വളർത്തിയ മക്കൾ ആരും ഇന്നവരെ നശിച്ചിട്ടില്ല. എന്നാൽ അബിയൊരു ഒരു വ്യത്യാസമുണ്ടാകും. കുഞ്ഞൊക്കെ എങ്ങനെ പിറന്നോട്ടെ, പിന്നീട് ആ കുഞ്ഞിനെ കാണുമ്പോൾ, അവൻ്റെ മകനെ കാണുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ മകളെ കാണുമ്പോൾ അവന് ഒരിക്കലും തള്ളി പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ പറയണേ, എനിക്കൊരു അങ്ങനെ ഒരു വിശ്വാസം തോന്നുന്നില്ല. നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചാണ്
ഞാനിവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയണം, അതും സമയമായ നടക്കും. ഇപ്പം എൻ്റെ മോളെടുത്തോട്ട് വന്ന് ഞങ്ങളത് പറയാനല്ല, ചടങ്ങുകളല്ലേ, ചടങ്ങിന് നിനക്ക് കുറച്ച് സ്വർണം തരണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചതാണ്. നയനക്ക് കുറച്ച് കൊണ്ടുകൊടുത്തപ്പോൾ ഇതേപോലെ നിനക്കും തരണമെന്ന് ആഗ്രഹിച്ചു എന്ന് പറയട്ടോ. അപ്പോഴാണ് അനാമിക ആ വഴി പോകുന്നത് കേട്ടോ. അനാമിക കാണുന്ന കാഴ്ച, നയനക്ക് സ്വർണം കൊടുത്തു, അതുപോലെ തന്നെ നിനക്കും സ്വർണം തരണമെന്ന് പറയുന്ന ആ വാക്കുകളാണ് കേട്ടോ. ഇത് കേൾക്കുന്ന അനാമികക്ക് അങ്ങ് ദേഷ്യം പിടിക്കണം. പിന്നീട് അനാമിക ജാനകിയെ പെട്ടെന്ന് വിളിച്ചു കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും മുത്തശ്ശി, ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് സൂക്ഷിച്ചിരുന്ന മാലകളാണ്. ഞങ്ങളുടെ കൊച്ചുമക്കളുടെ ഭാര്യയായി ആരാ വരുന്ന അവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിലിതാ നിനക്കിതാ എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണാഭരണപ്പെട്ടി, ആമാടപ്പെട്ടി നവ്യയുടെ കൈകളിൽ വെച്ച് കൊടുക്കുമ്പോൾ ജാനകിയെ പെട്ടെന്ന് പോയി അനാമിക വിളിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മ ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നു, അമ്മക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ ജാനകിക്ക് ഈ കാഴ്ച കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും ഈ ഒരു സ്വർണം ഇങ്ങനെ കയ്യിൽ കൊടുക്കുകയാണ്. അത് കാണുന്ന ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ അനാമിക പറയണേ, എനിക്ക് സ്വർണത്തിനോട് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും എനിക്ക് ഭ്രമമൊന്നുമില്ല. പക്ഷേ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്, ഞാനൊരു അന്യയെ പോലെ ഇവിടെ താമസിക്കേണ്ടി വരുന്നത് അതെൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് എല്ലാവരും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്ത് കാര്യവും ഞാൻ വന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നോട് അകൽച്ചയാണ്. ഞാൻ സത്യത്തിൽ ഇവിടുത്തെ മരുമകളല്ലേ, സത്യത്തിൽ അമ്മയുടെ മകൻ ഇവിടുത്തെ പേരക്കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ചൊണി പിടിപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അങ്ങനെ ജാനകി അമ്മേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ, എന്താ അടുത്ത പ്രശ്നവുമായി വന്നിരിക്കുകയാണോ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, എന്താ അമ്മയും അച്ഛനും ഈ കാണിച്ചു കൂട്ടുന്നത്? ഞങ്ങളതിനെന്ത് കാണിച്ചു? ഉടൻ തന്നെ പറയണേ, നിങ്ങൾ എന്തിനാ നവ്യക്ക് സ്വർണം കൊടുത്ത്? ആദ്യം നിങ്ങൾ നയനക്ക് കൊടുത്തു, ഇപ്പം നവ്യക്ക് കൊടുത്തു, അതുപോലെ ഒരു മരുമകൾ തന്നെയല്ലേ ഈ നിൽക്കുന്ന അനാമികയും എന്ന് ചോദിച്ച ഉടൻ തന്നെ അവിടെ പറയണേ, അനാമിക ഇവിടുത്തെ മരുമകൾ തന്നെയാണ്, അതിന് അവളൊരു വിശേഷവും അറിയിച്ചില്ലല്ലോ. വിശേഷം അറിയിക്കുന്നവർക്ക് ഞങ്ങളുടെ ഒരു സമ്മാനം കൊടുക്കുന്നതാണ്. ഇവളുടെ ചടങ്ങുകളൊക്കെ നടക്കുകയാണ്, അപ്പോൾ ആ പരിപാടിക്ക് ഇവൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെയല്ലേ എൻ്റെ മരുമകളും എന്ന് ചോദിക്കുമ്പോൾ, അതിന് എൻ്റെ മകൾ വിശേഷം അറിയിച്ചില്ലല്ലോ, എൻ്റെ മരുമകൾ വിശേഷം അറിയിക്കട്ടെ, അവളുടെ ചടങ്ങുകൾ വരട്ടെ, അപ്പോൾ അവൾക്ക് സ്വർണം കൊടുക്കുമെന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുമ്പോൾ അനാമികയ്ക്ക് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ. ഇതേ സമയം ദേവയാനിയാണെങ്കിലോ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ തീരുമാനിക്കുകയാണ്. തൻ്റെ സ്വർണ്ണാഭരണ പെട്ടിയിൽ നിന്നും ആ സ്വർണ്ണങ്ങൾ എടുത്ത് ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായാലും നവ്യമോൾക്ക് ഇതിൽ നിന്ന് കുറച്ച് സ്വർണം കൊടുക്കണം. ഞാനും ആ പെൺകുട്ടിയെ ഒരുപാട് മാനസിക പീഡനം കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പാപി തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ തെറ്റ് തിരുത്തണം. നയനമോളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നവ്യമോളെയും സ്നേഹിക്കണം. അഭി അവളെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. അതുകൊണ്ട് അവളെ സന്തോഷപ്പെടുത്താൻ കുറച്ച് സ്വർണം കൊണ്ടുപോയി കൊടുത്താലോ എന്ന തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ തൻ്റെ ആ ഒരു പെട്ടിയിൽ നിന്ന് കുറച്ച് സ്വർണ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ പോകുന്നത് ഇപ്പുറത്ത് നിന്നും അനാമിക കാണണം. അപ്പോൾ അനാമികയുടെ തൊട്ടടുത്ത് തന്നെ ജാനകിയുണ്ട്. അമ്മ അങ്ങോട്ട് നോക്ക്, എങ്ങോട്ടാണ് വല്യമ്മ സ്വർണ്ണപ്പെട്ടിയുമായി പോകുന്നത്? വാ നമുക്ക് നോക്കാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദേവയാനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവരുണ്ടാളും മറിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ നവ്യയുടെ റൂമിലോട്ടാണ്. അങ്ങനെ നവ്യയുടെ കഥക് ഇങ്ങനെ തട്ടാണ്. നവ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നവ്യ പുറത്തോട്ട് വരികയാണ് കേട്ടോ. എന്താ വല്യമ്മേ, എന്താ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താ? അതെ, അനന്തപുരിയിൽ ആദ്യം ഉണ്ടാവുന്ന ഒരു കുഞ്ഞല്ലേ നിൻ്റെ വയറ്റിൽ കിടക്കുന്നത്? അതേ വല്യമ്മ, അതിനെന്താ? അതുകൊണ്ട് ഇവിടെ ഒരു ചടങ്ങ് നടക്കില്ലേ, ഈ ചടങ്ങിന് നീ കുറച്ച് സ്വർണം കെട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇത് എൻ്റെ വക ഈ കുഞ്ഞിനുള്ള സമ്മാനമാണ്, നിനക്കെന്ന് നീ വിചാരിക്കണ്ട, ഇതേ ഈ കുഞ്ഞിനാണ് ഞാനിത് തരുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന നവ്യ തന്നെ അത്ഭുതപ്പെട്ടു പോവാണ് കേട്ടോ. ഈശ്വര, ഇവരെന്താ ഈ പറയുന്നത്? ഇവരിങ്ങനെയൊന്നും എന്നോട് സംസാരിച്ചിരുന്നില്ലല്ലോ എന്ന പാവത്തിൽ നിൽക്കണം. എന്നാൽ ഈ സമയം അനാമികയാണെങ്കിലോ ദേഷ്യം പിടിച്ചത് കണ്ടോ അമ്മേ, എല്ലാവരും ഇപ്പോൾ അവളെയാണ് സ്നേഹിക്കുന്നത്. വല്യമ്മ അടക്കം ആകെ മാറി മറിഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ലിവറാണോ മാറ്റിയത് അതോ ബുദ്ധിയാണോ മാറ്റിയത്, ഇവരുടെ തലച്ചോറ് മാറ്റി എന്നൊക്കെ തോന്നുന്നത് എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ, ശരിയാണ് മോള് പറഞ്ഞത്, എന്താ ഈ ഏട്ടത്തിക്ക് പറ്റിയതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നവ്യ പറയണേ, എനിക്ക് വേണ്ട വല്യമ്മേ, എനിക്കിപ്പോൾ പഴയതുപോലെ സ്വർണ്ണങ്ങളോടൊന്നും യാതൊരു താല്പര്യമില്ല. അപ്പം നവ്യ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ ഇവർക്ക് മനസ്സിൽ എന്തെങ്കിലും ദുരൂഹത വെച്ചിട്ടാണോ ആവോ ഇവർ പെരുമാറുന്നത്, ഇനി ഇവരുടെ സ്വർണ്ണം ഞാൻ എടുത്ത് മാറ്റി എന്നൊക്കെ ഇവർ പറയുമെന്നുള്ള പേടി നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവയാനി പറയണം,
നിനക്കെന്താ എൻ്റെ കൈകളിൽ നിന്ന് ഇത് വാങ്ങാൻ മടിയുണ്ടോ? അതല്ല വലിയമ്മേ, ഞാൻ ഇങ്ങനെയുള്ള അതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, മനസ്സമാധാനം അതാണിപ്പോൾ എൻ്റെ ആവശ്യം. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അവൻ എൻ്റെ കുഞ്ഞിനെ അംഗീകരിക്കണം, എന്നെ അംഗീകരിക്കണം, അവൻ്റെ സ്നേഹം ഞങ്ങൾക്ക് കിട്ടണം, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതും സംഭവിക്കും. ഇന്നിപ്പോൾ ആദർശ് എത്രമാത്രം നിൻ്റെ അനിയത്തിയെ വെറുത്തിരുന്നു എന്ന് നീയും കണ്ടതല്ലേ? അവരിപ്പോൾ ഹണിമൂണിന് പോയി അവരുടെ ജീവിതം തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നിനക്കും നാളെ ഒരു ജീവിതം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് അത്രയും പറയാനുള്ളൂ. ഇതെന്തായാലും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ പേരക്കുട്ടിയാക്കാണ്. എന്നാൽ ഇത് ചെയ്യേണ്ടത് ഞാനല്ലാന്നും എനിക്കറിയാം. ജലജയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്നും അറിയാം. പക്ഷെ ജലജ അതൊന്നും ചെയ്യില്ല. പിന്നെ നിന്റെ മനസ്സിൻ്റെ സന്തോഷവും നിന്റെ വയറ്റിലാണല്ലോ ഇവിടുത്തെ അനന്തപുരിയുടെ അവകാശി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ മനസ്സിൻ്റെ സന്തോഷമാണ് ആ കുഞ്ഞിലോട്ടും കിട്ടുന്നത്. അപ്പോൾ ജലജ ചെയ്യാത്തത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞിട്ട് നബിയുടെ കൈകളിൽ ആ സ്വർണം കൊടുത്തു പോകുമ്പോൾ അനാമികക്ക് മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കാൻ കേട്ടോ.